ആരാണ് ഇസ്രയേലിന്റെ ശത്രുക്കൾ? ഹമാസോ അതോ പലസ്തീൻ ജനത തന്നെയോ? ഹമാസിനെ ഉന്മൂലനം ചെയ്യുമെന്ന ശപഥത്തോടെ പലസ്തീനിലേക്ക് കടന്നുകയറിയ ഇസ്രയേലിന്റെ ചെയ്തികൾ വീക്ഷിക്കുന്ന മനുഷ്യാവകാശ സംഘടനകളും ലോകരാജ്യങ്ങളും ചോദിക്കുന്ന ചോദ്യമാണിത്. ഒരു അമേരിക്കൻ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ ഇസ്ലാമിക് സ്റ്റേറ്റിനെ അമേരിക്ക തുടച്ചു നീക്കിയതുപോലെ ഹമാസിനെയും തങ്ങൾ പലസ്തീനിൽ നിന്ന് തുടച്ചു നീക്കുമെന്നാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു അവകാശപ്പെട്ടത്. എന്നാൽ പലസ്തീനികൾ എല്ലാവരും ഹമാസ് ആണെന്ന കാഴ്ചപ്പാടാണ് ഇസ്രായേലിന്റേത് എന്ന് തെളിയിക്കുന്നതാണ് ഒക്ടോബർ ആക്രമണത്തെ തുടർന്ന് ആ രാജ്യം കാട്ടിക്കൂട്ടിയ ചെയ്തികൾ. പലസ്തീനിലേക്ക് വെള്ളവും വൈദ്യുതിയും വിച്ഛേദിച്ച ഇസ്രായേൽ സൈന്യം പലസ്തീനികൾക്കുള്ള ഭക്ഷണ ട്രക്കുകളും തടഞ്ഞു വച്ചിരിക്കുകയാണ്. ഈ ക്രൂരതകളെല്ലാം അഭിമാനത്തോടെയാണ് ഇസ്രായേൽ സൈന്യം സോഷ്യൽ മീഡിയയിൽ പങ്കുവയ്ക്കുന്നത്. വൈറ്റ് ഫോസ്ഫറസ് പോലെ അതിമാരകവും ഐക്യരാഷ്ട്ര സംഘടന നിരോധിച്ചതുമായ ആയുധങ്ങൾ ജനവാസ മേഖലയിൽ പ്രയോഗിക്കുന്ന ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സ് ഇതുവരെ കൊന്നൊടുക്കിയത് 30,000-ഓളം പലസ്തീനികളെയാണ്. ഇതിൽ സ്ത്രീകളും കുട്ടികളുമാണ് ഭൂരിഭാഗവും. ഇപ്പോഴിതാ ഇസ്രായേൽ സൈന്യം പട്ടിണിയും രോഗങ്ങളും കൊണ്ട് കഷ്ടപ്പെടുന്ന പലസ്തീനികളെ നേരിട്ട് ആക്രമിച്ചു തുടങ്ങിയിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം വടക്കൻ ഗാസയിൽ ഭക്ഷണത്തിനായി ക്യൂ നിന്നവർക്ക് നേരെ ഇസ്രായേൽ സൈന്യം നിറയൊഴിക്കുകയായിരുന്നു. ആക്രമണത്തിൽ ഒരാൾ കൊല്ലപ്പെടുകയും അനേകം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. വെടിയുണ്ടകളിൽ നിന്നും ഭക്ഷണത്തിന് ക്യൂ നിന്ന നിരായുധരായ പാലസ്തീനികൾ ഓടിമറയുന്ന ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നുണ്ട്. അതേസമയം ഇസ്രായേൽ പലസ്തീൻ ജനതയോട് ചെയ്യുന്ന ക്രൂരതയിൽ രക്തം കൊണ്ട് പകരം വീട്ടേണ്ടി വരുമെന്നാണ് ഹിസ്ബുള്ള തലവൻ ഹസൻ നസ്രുള്ള അറിയിച്ചിരിക്കുന്നത്. ഹിസ്ബുള്ളയുടെ ആക്രമണങ്ങൾ അമേരിക്കയുമായി നേരിട്ടൊരു യുദ്ധത്തിന് കാരണമാകും എന്നതിനാൽ ഇറാൻ തങ്ങളുടെ സ്വാധീനത്തിലുള്ള സംഘടനയെ നിയന്ത്രിച്ചു നിർത്തുവാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. വെടിനിർത്തലിനുള്ള മധ്യസ്ഥ രാജ്യങ്ങളുടെ ശ്രമങ്ങൾ വിഫലമായാൽ ഇറാൻ അടക്കമുള്ള രാജ്യങ്ങൾ യുദ്ധത്തിൽ നേരിട്ടിടപെടാനുള്ള സാധ്യതയും തള്ളിക്കളയുവാനാകില്ല. ഇസ്രായേൽ ഗാസ സംഘർഷത്തിൽ ഗാസയ്ക്ക് അനുകൂലമായി ഉയർന്നു കേട്ടത് ഇറാന്റെ ശബ്ദമാണ്. ലോകശക്തികളെ പരസ്യമായി ഇറാൻ വെല്ലുവിളിച്ചു. ഹമാസിന്റെ ഇസ്രായേൽ ആക്രമണത്തിന്റെ സൂത്രധാരൻ ഇറാനാണെന്ന ആരോപണം നിലനിൽക്കെയാണ് ഇസ്രായേലിനെതിരെ കടുത്ത നിലപാടുമായി ഇറാൻ മുന്നോട്ടു പോകുന്നത്. തെക്കൻ ഗാസയിലെ റഫ ആക്രമിക്കാനുള്ള നീക്കവുമായി ഇസ്രായേൽ മുന്നോട്ടു പോയാൽ അതിഗുരുതരമായ തിരിച്ചടി നേരിടേണ്ടി വരുമെന്നാണ് ഇറാന്റെ വിദേശകാര്യമന്ത്രി ഇസ്രായേലിന് മുന്നറിയിപ്പ് നൽകിയത്. ശക്തരായ മറ്റ് അറബ് രാജ്യങ്ങൾ തീവ്ര നിലപാടിൽ നിന്ന് മാറി നിൽക്കുമ്പോഴാണ് ഇസ്രായേലിനെതിരെ ശക്തമായ നിലപാടുമായി ഇറാൻ മുന്നോട്ടു പോകുന്നത്. യുദ്ധകുറ്റവും മനുഷ്യക്കുരുതിയും ഇസ്രായേൽ അവസാനിപ്പിക്കണമെന്ന മുന്നറിയിപ്പാണ് വിദേശകാര്യമന്ത്രി ഹുസൈൻ അമീർ അബ്ദുള്ള എക്സ് പ്ലാറ്റ്ഫോമിലൂടെ അറിയിച്ചത്. റഫയിലെ അഭയാർത്ഥികളെ ആക്രമിക്കാൻ ശ്രമിച്ചാൽ അതിന്റെ അനന്തരഫലം വളരെ വലുതായിരിക്കുമെന്നും ഇറാൻ മുന്നറിയിപ്പ് നൽകി. 14 ദശലക്ഷം അഭയാർത്ഥികളാണ് റഫയിൽ തമ്പടിച്ചിരിക്കുന്നത്. ഇവർ ദുരിത ജീവിതമാണ് നയിക്കുന്നതെന്ന റിപ്പോർട്ടുകളും പുറത്തു വന്നിരുന്നു. അഭയാർത്ഥി ക്യാമ്പുകളും ആശുപത്രികളും ഉൾപ്പെടെ ആക്രമിച്ച് മുന്നേറുന്ന ഇസ്രായേലിന് അതേ നാണയത്തിൽ തന്നെ മറുപടി നൽകുകയാണ് ഇറാൻ. റഫയിൽ നിന്ന് അഭയാർത്ഥികളെ ഒഴിപ്പിക്കാൻ പദ്ധതി തയ്യാറാക്കുവാൻ കഴിഞ്ഞ ദിവസം ഇസ്രായേൽ സേനയോട് ബെഞ്ചമിൻ നെതന്യാഹു ആവശ്യപ്പെട്ടിരുന്നു. ഇതാണ് ഇറാനെ ചൊടിപ്പിച്ചിരിക്കുന്നത്.